പാതിവില തട്ടിപ്പ് കേസിൽ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിന് ജാമ്യമില്ല. ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വളരെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തുവിട്ടതാണ്. ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങളാണ് ഈ ജാമ്യം നിഷേധിക്കുന്നതിന് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്? രഞ്ജിത്ത്, കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാധ്യമങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷമാണ് കെ.എൻ. ആനന്ദകുമാർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലുള്ളപ്പോൾ തന്നെ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് 5 തവണ മാറ്റിവെച്ച ശേഷമായിരുന്നു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തന്നെ ജാമ്യാപേക്ഷ സ്വീകരിച്ചിരുന്നത്. അല്ലെങ്കിൽ അതിനുശേഷമാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കണ്ണൂർ സീഡ് സൊസൈറ്റി സെക്രട്ടറിയുടെ പരാതിയിന്മേലാണ് സീഡ് സൊസൈറ്റി സെക്രട്ടറിയുടെ പരാതിയിന്മേലാണ് ഈ പരാതി എടുത്തിരുന്നത്. നേരത്തെ തന്നെ അവിടുത്തെ കണ്ണൂർ സീഡ് സൊസൈറ്റി വനിതാ അംഗങ്ങൾക്ക് സ്കൂട്ടർ നൽകാം, പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് 2,96,40,000 രൂപയുടെ തട്ടിപ്പ് നടത്തി. CSR ഫണ്ട് ഉപയോഗിച്ച് അത്തരത്തിൽ ഒരു ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി. അത്തരത്തിലാണ് CSR ഫണ്ട് ഉപയോഗിച്ച് കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് പാതിവിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 2ാം പ്രതിയാണ് കെ.എൻ. ആനന്ദകുമാർ. എന്തായാലും ആനന്ദകുമാറിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. അത് തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആനന്ദകുമാർ കൂട്ടുനിന്നത്. അതേസമയം ആനന്ദകുമാർ കോടതിയെ ബോധ്യപ്പെടുത്തിയത് തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ പണവുമായി ബന്ധപ്പെട്ട 1 രൂപയും കിട്ടിയില്ല. സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ആനന്ദകുമാർ. സംഘടനയ്ക്കാണ്, ട്രസ്റ്റിനാണ് കിട്ടിയിട്ടുള്ളത്. തനിക്ക് അതിൽ നിന്ന് 1 രൂപയും താൻ കൈപ്പറ്റിയിട്ടില്ല എന്നുള്ള വെളിപ്പെടുത്തലായിരുന്നു ആനന്ദകുമാർ കോടതിയിൽ നടത്തിയിരുന്നത്. എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത്, അതായത് ആനന്ദകുമാർ ഈ കേസിൽ വ്യക്തതയില്ലാതെയല്ല, അത് തട്ടിപ്പ് നടത്തുകയാണെന്നുള്ള വ്യക്തതയില്ലാതെയല്ല ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ആനന്ദകുമാറിന് പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജാമ്യമില്ല. ഇനി സ്വർണ്ണ